വജ്രഗ്രഹം എന്നറിയപ്പെടുന്ന ഒരു ഗ്രഹമുണ്ട്. ഉൾക്കാമ്പ് വജ്രവും ഉപരിതലം ലാവാ സമുദ്രവും. അപ്പോൾ എന്താണ് ഈ വജ്രഗ്രഹം എന്നറിയാൻ വേണ്ടി ഈ വീഡിയോ കാണുക. വെൽക്കം ടു മൈ ചാനൽ ബോൾഡ് ആൻഡ് ബൗണ്ട്ലെസ്. ഉയർന്ന സാന്ദ്രതയും കാർബൺ സമ്പുഷ്ടമായ ഘടനയും ഉള്ളതിനാൽ പ്ലാനറ്റ് ഓഫ് ഡയമണ്ട്സ് എന്നാണ് 55 കാൻക്രിയെ ശാസ്ത്രജ്ഞർ വിളിക്കുന്നത്. ഇതിലെ കാർബൺ വജ്രങ്ങളായാണ് നിലകൊള്ളുന്നതെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ഇത് എപ്പോൾ കണ്ടുപിടിച്ചു എന്ന് പറയാം. 2004 ഉപരിതലം ഉൾപ്പെടെ വജ്രങ്ങളാൽ സമ്പുഷ്ടമായിട്ടുള്ളൊരു ഗ്രഹമുണ്ടെന്നുള്ള പഠനം യേൽ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞരെല്ലാം മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പഠനങ്ങൾ പിന്നീട് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അവിടെ മാത്രമല്ല വജ്രങ്ങളുള്ളത്, നമ്മുടെ സൗരയൂഥത്തിലെ വാതക ഭീമന്മാരായ യുറാനസ്, നെപ്റ്റ്യൂൺ ഇവിടെയെല്ലാം വജ്രത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അപ്പോൾ മീഥെയിൽ നിന്നാണ് വജ്രം ഉണ്ടാകുന്നത്. ഉൽക്കകൾ വരുന്നുണ്ടല്ലോ, ഉൽക്കകൾ പതിക്കുമ്പോൾ ഈ ഉൽക്കകളിൽ വജ്രത്തിൻ്റെ അവശേഷിപ്പുകൾ പല സമയത്തും കണ്ടിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വരാം. ഈ ഒരു 55 കാൻക്രിയിലേക്ക് എവിടെയാണുള്ളതെന്ന് പറയാം. നമ്മുടെ ഭൂമിയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഭൂമിയിൽ നിന്ന് 41 പ്രകാശവർഷം അകലെയുള്ള ക്യാൻസർ നക്ഷത്ര സമൂഹത്തിലെ കോപ്പർനിക്കസ് എന്ന ഇരട്ട നക്ഷത്രങ്ങളെ ഭ്രമണം ചെയ്യുന്നൊരു ഗ്രഹമാണ് 55 കാൻക്രി ഇ. അപ്പോൾ ഇതിന് ഒരുപാട് ചൂടുള്ളൊരു ഗ്രഹമാണിത്. നല്ല ചൂടുണ്ട്. പിന്നെ ഉൾവശം ഉൾപ്പെടെ വജ്രങ്ങളാൽ സമ്പുഷ്ടമാണെന്ന് പറയുന്നുണ്ട്. ഭ്രമണ വേഗത കൂടുതലായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു വർഷം എന്ന് പറയുന്നത് വെറും 18 ദിവസം മാത്രമാണ്. ഇത് മാത്രമല്ലാതെ ഹൈപ്പർ കൗണ്ട എന്ന് പറഞ്ഞൊരു താരസമൂഹത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രഹത്തിനും ഇതുപോലെ വജ്ര സാന്നിധ്യം ഉണ്ട് എന്നുള്ള പഠനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.